നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കൊണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൗതിക പരിസ്ഥിതി അഥവാ ഭൂപ്രകൃതിയുടെ അടുത്ത സെക്ഷനാണ്. ഈ ഒരു സെക്ഷനോട് കൂടിയിട്ട് ഭൂപ്രകൃതിയുടെ ഫസ്റ്റ് സെക്ഷൻ തീരുകയാണ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നദികൾ, ഇന്ത്യയുടെ നദികളാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ മരുഭൂമി, അതുപോലെ ബാക്കി വരുന്ന ദ്വീപുകൾ, തീരസമതലങ്ങൾ എന്നിവ ആ ഒരു സെക്ഷൻ. ലാസ്റ്റ് കുറച്ചുകൂടെ ഉള്ളൂ. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഭൂപ്രകൃതി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ മരുഭൂമി. ആരവല്ലി കുന്നുകൾക്ക് വടക്കു പടിഞ്ഞാറായിട്ടാണ് ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം. ആരവല്ലി കുന്നിന് വടക്കു പടിഞ്ഞാറ്, അതായത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഇന്ത്യ കിടക്കുകയാണെങ്കിൽ വടക്കു പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരവല്ലി ആണെങ്കിൽ ഇത് പടിഞ്ഞാറ് ഭാഗം, ഇത് വടക്കു ഭാഗമാണ്. ഈ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ആരവല്ലി കുന്നുകൾക്ക് വടക്കു പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം, അതായത് രാജസ്ഥാൻ ഉൾപ്പെടുന്ന സ്ഥാനം. നീളമേറിയ മണൽ കൂനകളും ബർക്കനുകളും അടങ്ങിയിട്ടുള്ള നിമ്നോന്നത ഭൂപ്രദേശമാണിത്. അതായത് നീളമേറിയ മണൽക്കൂനകളും ബർക്കനുകളും അടങ്ങുന്ന നിമ്നോന്നത പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന പ്രദേശമാണ് ഇവിടുത്തെ മണൽക്കൂനകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം മൊത്തത്തിൽ. ഈ പ്രദേശത്തിൽ വർഷത്തിൽ 150 മില്ലിമീറ്റർ മാത്രമാണ് മഴ ലഭിക്കാറുള്ളത്. 150 മില്ലിമീറ്റർ മാത്രമേ മഴ ലഭിക്കാറുള്ളൂ. വരണ്ട കാലാവസ്ഥയുള്ള ഇവിടെ സസ്യജാലങ്ങൾ വളരെ വിരളമാണ്. ഈ പ്രത്യേകതകൾ ഉള്ളതിനാൽ തന്നെ ഈ പ്രദേശം മരുസ്ഥലി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ മരുഭൂമിയുടെ ഈ ഒരു പ്രദേശം, രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശം മരുസ്ഥലി എന്നറിയപ്പെടാൻ കാരണം അവിടെ സസ്യജാലങ്ങൾ വളരെ കുറവാണ്. കാരണം 150 മില്ലിമീറ്റർ മാത്രമാണ് അവിടെ ഒരു വർഷം ലഭിക്കുന്ന മഴ. മെസോസോയിക് കാലഘട്ടത്തിൽ, മെസോസോയിക് എന്നല്ല ശരിക്കും ഇവിടെ മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ അങ്ങനെ മീസോസോയിക് എന്നാണ് നമ്മൾ ശരിക്കും അതിനെ പറയുന്നത്. മെസോസോയിക് കാലഘട്ടത്തിൽ ഈ പ്രദേശം കടലിനടിയിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ ആ ഒരു ഭാഗം തീരപ്രദേശം തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു മീസോസോയിക് കാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശം, രാജസ്ഥാൻ ഉൾപ്പെടുന്ന ഈ മരുഭൂമിയുടെ പ്രദേശം കടലിനടിയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അകാലിൽ സ്ഥിതി ചെയ്യുന്ന വുഡ് ഫോസിൽ പാർക്കിൽ നിന്നും ജയ്സാൽമറിനടുത്ത് ബ്രഹ്മസർ, എന്താണ് ജയ്സാൽമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. അവിടെ നിന്നും എന്ത് കിട്ടിയിട്ടുണ്ട്? ബ്രഹ്മസർ എന്ന പ്രദേശത്തെ കാണാൻ പറ്റുന്നുണ്ടോ? സമുദ്ര നിക്ഷേപങ്ങളിൽ നിന്നുള്ള തെളിവുകൾ ഇത് ശരിവെക്കുന്നുണ്ട്. ഫോസിലുകളുടെ ഏകദേശ പ്രായം 180 ദശലക്ഷം വർഷങ്ങളാണെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ മെസോസോയിക് കാലഘട്ടത്തിൽ ഈ പ്രദേശം കടലിനടിയിലായിരുന്നു എന്ന് കരുതപ്പെടാൻ കാരണം അകാലിൽ സ്ഥിതി ചെയ്യുന്ന വുഡ് ഫോസിൽ പാർക്കിൽ നിന്നും ജയ്സാൽമറിനടുത്ത് ഒരു പ്രദേശത്തു നിന്നും സമുദ്ര നിക്ഷേപങ്ങളിൽ നിന്നുള്ള തെളിവുകൾ ലഭിക്കുന്നുണ്ട്. ഏകദേശം 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ഭാഗം കടലിലാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. മരുഭൂമിയിലെ അടിസ്ഥാന ശിലാഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണെങ്കിൽ പോലും ഇവിടെ അനുഭവപ്പെടുന്ന തീവ്രമായ വരണ്ട കാലാവസ്ഥ കാരണം ഭൗതിക അപേക്ഷയത്താലും കാറ്റിന്റെ അപരദന പ്രവർത്തനത്താലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഉപരിതല ഭൂപ്രകൃതിയാണുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീഠഭൂമിയുടെ ആ ഒരു പീഠഭൂമി സ്റ്റാർട്ട് ചെയ്യുന്ന കച്ചിനടുത്തായിട്ട്, ഇവിടെ കച്ച് തുടങ്ങുകയാണ്, കച്ചിനടുത്തായിട്ടാണ് പീഠഭൂമി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് മുകളിലാണ് മരുഭൂമിയുടെ ആ പ്രദേശം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരിക്കും മരുഭൂമിയുടെ അടിസ്ഥാന ശിലാഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണെങ്കിൽ പോലും ഇവിടെ അനുഭവപ്പെടുന്ന തീവ്രമായ വരണ്ട കാലാവസ്ഥ കൊണ്ട് ഭൗതിക അപക്ഷയത്താലും കാറ്റിന്റെ അപരദന പ്രവർത്തനത്താലും സൃഷ്ടിക്കപ്പെട്ടുള്ള ഉപരിതല ഭൂപ്രകൃതിയാണ്. കാറ്റടിച്ചിട്ട് മണ്ണ് കൊണ്ടിടും. അങ്ങനെ മരുഭൂമി ഭൂരൂപങ്ങളായ കൂൺശിലകൾ, അസ്ഥിര മണൽ കൂനകൾ, മരുപ്പച്ചകൾ മുഖ്യമായും തെക്കു ഭാഗത്തായിട്ട് തുടങ്ങിയവ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ കാറ്റ് കൊണ്ടുവന്ന് മണൽത്തട്ട ഇങ്ങനെ ഫോം ചെയ്തിട്ട് കാറ്റിൻ്റെ ഇതുമൂലം അവിടെ ഇങ്ങനെ കൂനകൾ ഫോം ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ കൂണിൻ്റെ ശിലകൾ, കാറ്റടിച്ച് ശിലകൾക്ക് കൂണിൻ്റെ ഷേപ്പ് വരിക, അസ്ഥിരമായ മണൽക്കൂനകൾ, സ്ഥിരമായിട്ടല്ല മണൽക്കൂനകൾ ഫോം ചെയ്യുക, മരുപ്പച്ച കാണാൻ തുടങ്ങുക, ഇതൊക്കെ ഈ മരുഭൂമിയുടെ തെക്കൻ പ്രദേശങ്ങളിൽ കാണാറുണ്ട്. പ്രദേശത്തിന്റെ കിടപ്പിന്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് സിന്ധ് പ്രദേശത്ത് ചരിവുള്ള വടക്കു ഭാഗവും റാൻ ഓഫ് കച്ച് പ്രദേശത്ത് ചരിവുള്ള തെക്കൻ ഭാഗവും. സിന്ധ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മുകളിലായിട്ട്, സിന്ധ് അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോഴത്തെ സിന്ധ്. അപ്പം സിന്ധ് എന്ന് പറയുന്നത് എവിടെയാണ്? വടക്കു ഭാഗവും. അതിന്റെ തൊട്ട് താഴെ നിന്നാണ് റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് തെക്കൻ ഭാഗവും. ഈ പ്രദേശത്തിലെ മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നവയാണ്. മരുഭൂമിയുടെ തെക്ക് ഭാഗത്തു കൂടി ഒഴുകുന്ന ലൂണിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദി. അതെല്ലായിടത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ലൂണി നദി എവിടെയാണ്? രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ്.
കുറഞ്ഞ മഴയും ഉയർന്ന ബാഷ്പീകരണവുമാണ് ഈ പ്രദേശത്തെ ജലദൗർലഭ്യത്തിന് കാരണം. മഴ കുറഞ്ഞതും അതുപോലെ ചൂടുള്ളതുകൊണ്ട് ഉയർന്ന ബാഷ്പീകരണവും കൊണ്ടിട്ട് ഇവിടെ ജലത്തിന് ഒരുപാട് ദൗർലഭ്യമുണ്ട്. ചില അരുവികൾ ഏതാനും ദൂരം ഒഴുകിയ ശേഷം അപ്രത്യക്ഷമാവുകയോ ഒരു തടാകത്തിലോ പ്ലായയിലോ ചെന്ന് ചേരുകയോ ചെയ്യുന്നു. തടാകത്തിലും പ്ലായകളിലും ലവണജലമാണുള്ളത്. ഇത് ഉപ്പിന്റെ പ്രധാന സ്രോതസ്സാണ്. അപ്പോൾ അവിടുത്തെ തടാകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഉപ്പിൻ്റെ മയമുള്ളത് കൊണ്ട് ലവണജലമാണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് മരുഭൂമിയെ പറ്റിയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഒരുപാടൊന്നുമില്ല, വേണ്ട പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. അടുത്തത് തീരസമതലങ്ങളാണ്. തീരസമതലങ്ങൾ എന്ന് പറയുമ്പം ഇന്ത്യക്ക് ദൈർഘ്യമേറിയ തീരപ്രദേശമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ സ്ഥാനത്തിൻ്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും തീരസമതലങ്ങളെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? ഒന്ന് പശ്ചിമ തീര സമതലങ്ങൾ, കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പശ്ചിമ തീര സമതലങ്ങൾ, രണ്ട് പൂർവ്വ തീര സമതലങ്ങൾ. ഒന്ന് പശ്ചിമ തീരമുണ്ട്, ഒന്ന് പൂർവ്വ തീര സമതലമെന്നും രണ്ടായിട്ട് തീരസമതലത്തെ ഡിവൈഡ് ചെയ്യാം. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലം. താഴ്ന്നു കിടക്കുന്നത് അല്ലെങ്കിൽ താഴ്ന്നു പോയ സമതലങ്ങളാണ് പശ്ചിമ തീരം. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രകൃതിയുടെ ഭാഗമായിരുന്നതും പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നതുമായ ദ്വാരക പട്ടണം കടലിൽ താഴ്ന്നു പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് ഗുജറാത്തിനോട് അടുത്ത് കടന്നിരുന്ന പ്രദേശത്തായിരുന്നു ദ്വാരക. അത് കടലിൽ താഴ്ന്നു പോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ താഴ്ന്നു പോകൽ പ്രക്രിയയുടെ ഫലമായി ഇവിടെ പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. കാൺല, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മംഗളൂരു, കൊച്ചി തുടങ്ങിയ പശ്ചിമ തീരത്തെ പ്രധാന തുറമുഖങ്ങളാണ്. പശ്ചിമ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഇന്നതൊക്കെയാണ്, അത് എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പശ്ചിമ തീരം. വടക്ക് ഇവിടെ ഈ ഒരു പോർഷൻ ഗുജറാത്ത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ ഗുജറാത്ത് മുതൽ തെക്ക് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പശ്ചിമ തീരപ്രദേശം എന്ന് പറയുന്നത്. ഇനി അവയെ തന്നെ താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവയെ യഥാക്രമം ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം, അത് തൊട്ട് താഴെ മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, അതിൻ്റെ ഇച്ചിരൂടെ മുന്നോട്ട് വരുമ്പം കർണാടകയിലെ ഗോവ തീരം, കേരളത്തിലെ മലബാർ തീരം എന്നിങ്ങനെ തിരിക്കാം. അപ്പോൾ പശ്ചിമ തീരത്തെ തന്നെ പ്രധാനമായിട്ടും എങ്ങനെയൊക്കെ തിരിക്കാം? മുകളിൽ ഗുജറാത്ത് കച്ച് കത്തിയവാർ തീരം, ദെൻ മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, കർണാടകയിലെ ഗോവ തീരം, കേരളത്തിലെ മലബാർ തീരം. പശ്ചിമ തീര സമതലങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി ഏറി വരുന്നതുമാണ്. മധ്യഭാഗം, പശ്ചിമ തീര സമതലങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി ഏറി വരുന്നവയുമാണ്. ഈ തീരസമുദ്രത്തിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പശ്ചിമ ബംഗാൾ ആ ഒരു പോർഷനിലോട്ട് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന നദികൾ ഡെൽറ്റകൾ ഒരുപാട് സൃഷ്ടിച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ ഈ തീരസമുദ്രത്തിലൂടെ പശ്ചിമ തീരസമുദ്രത്തിലൂടെ ഒഴുകുന്ന നദികളൊന്നും തന്നെ ഡെൽറ്റകൾ ഉണ്ടാക്കാറില്ല. മലബാർ തീരത്തിലുള്ള കായലുകളെ മത്സ്യബന്ധനത്തിനും ഉൾനാടൻ ജലഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പ്രയോജനപ്പെടുത്തുന്നു. എല്ലാ വർഷവും പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ പുന്നമടക്കായലിൽ നടക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി അഥവാ പൂർവ്വ തീരസമതലം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മറ്റൊരു പേരാണ് കിഴക്കൻ തീരസമതലം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരം എന്ന് പറയുമ്പോൾ വീതി കൂടുതലാണ്. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലങ്ങൾ. ഉയർന്നു നിൽക്കുന്നതാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ഇവിടെയും പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നതാണ് ഒരുപാട് നദികളുണ്ട്, അവരെല്ലാം ഡെൽറ്റകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി നദികളുടെ ഡെൽറ്റകൾ ഇവയിൽ ഉൾപ്പെടുന്നതാണ്. ഉയർത്തപ്പെട്ട തീരങ്ങളായതിനാൽ ഇവിടെ തുറമുഖങ്ങളും ഹാർബറുകളും കുറവാണ്. അപ്പം നേരത്തെ പറഞ്ഞു താഴ്ന്നു കിടക്കുന്ന പ്രദേശം ആയതുകൊണ്ട് പശ്ചിമ തീരത്ത് ഒരുപാട് ഹാർബറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പോർട്ടുകൾ വളരെ കുറവാണ് ഉയർത്തപ്പെട്ടതായതിനാൽ. വൻകരത്തട്ട് 500 മീറ്റർ വരെ കാണാമോ? വൻകരത്തട്ട് 500 മീറ്റർ വരെ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതിനാൽ നല്ല തുറമുഖങ്ങളും ഹാർബറുകളും നിർമ്മിക്കുന്നതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. 500 മീറ്റർ കടലിലേക്ക് വൻകരത്തട്ട് വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് തുറമുഖങ്ങളും ഹാർബറുകളും നിർമ്മിക്കാൻ
സാധിക്കുന്നില്ല. അപ്പം രണ്ട് രീതിയിൽ പറഞ്ഞു. തീരസമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ തീരവുമുണ്ട് പൂർവ്വ തീരവുമുണ്ട്. പശ്ചിമ തീരം പ്രധാനമായിട്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഗുജറാത്തിലെ കച്ച് കത്തിയവാറ്, മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, കർണാടകയിലെ ഗോവ തീരം, കേരളത്തിലെ മലബാർ തീരം. അതുപോലെ പിന്നീട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പൂർവ്വതീരം എന്ന് പറയുമ്പോൾ അതിന് താരതമ്യേന പശ്ചിമ തീരത്തെ അപേക്ഷിച്ചിട്ട് വീതി കൂടുതലാണ്. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീര സമതലങ്ങൾ. ഇവിടെ കൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തുറമുഖങ്ങളും ഹാർബറുകളും ഒക്കെ പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം ഉയർത്തപ്പെട്ട തീരങ്ങളായതിനാൽ, അല്ലെങ്കിൽ വൻകരത്തട്ട് 500 മീറ്റർ വരെ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ ഹാർബറുകളൊക്കെ പണിയാനായിട്ട് പ്രയാസമാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 ദ്വീപ സമൂഹങ്ങളാണുള്ളത്. ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു, ഒന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടൽ ദ്വീപ സമൂഹത്തിൽ 572 ദ്വീപുകൾ അല്ലെങ്കിൽ ചെറുദ്വീപുകളാണുള്ളത്. അവ ഏതാണ്ട് 6 ഡിഗ്രി വടക്ക് മുതൽ 14 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശങ്ങൾക്കും 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ രേഖാംശങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ചോദിക്കാറുണ്ട്. ഒന്നുകൂടെ പറയാം. ബംഗാൾ ഉൾക്കടൽ ദ്വീപ സമൂഹത്തിൽ 572 ദ്വീപുകളുണ്ട്. അത് 6 ഡിഗ്രി വടക്ക് മുതൽ 14 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശങ്ങൾക്കും 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ രേഖാംശങ്ങൾക്കും ഇടയിലാണ് ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. 2 പ്രധാന ചെറുദ്വീപ് സമൂഹങ്ങളാണ് റിച്ചീസ് ദ്വീപ് സമൂഹവും ലാംബ്രിഡ് ദ്വീപ സമൂഹവും. ലാംബ്രിഡ് എന്ന് പറയത്തില്ലേ, ലാംബ്രിഡ്. അതുപോലെ ദ്വീപ സമൂഹത്തെ മൊത്തമായി വടക്ക് ആൻഡമാൻ ദ്വീപുകളെന്നും തെക്ക് നിക്കോബാർ ദ്വീപുകളെന്നും 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അതുപോലെ തന്നെ 2 ചെറു ദ്വീപ സമൂഹങ്ങളാണ് റിച്ചീസ് ദ്വീപ് സമൂഹവും ലാംബ്രിഡ് ദ്വീപ സമൂഹവും. ശരിക്കും വടക്ക് ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളെന്നും തെക്ക് നിക്കോബാർ ദ്വീപുകളെന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു അക്ഷാംശ രേഖാംശ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവ തമ്മിൽ വേർതിരിക്കുന്ന കടലാണ് 10 ഡിഗ്രി ചാനൽ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 10 ഡിഗ്രി ചാനൽ. ഇവ തമ്മിൽ വേർതിരിക്കുന്ന കടലിനെയാണ് 10 ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നത്. ഈ ദ്വീപുകൾ സമുദ്രാന്തര പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ചില ചെറുദ്വീപുകൾ അഗ്നിപർവ്വതജന്യമാണ്. ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ, അല്ലേ? ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപുകളിൽ ഉൾപ്പെടുന്നു. എന്താണ് ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്? എവിടെയാണ്? നിക്കോബാർ ദ്വീപിലാണ്. ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതാണ് ബാരൻ ദ്വീപ്. അത് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചില പ്രധാന പർവ്വത കൊടുമുടികളാണ് സാഡിൽ കൊടുമുടി, മൗണ്ട് ഡയാവോളോ, മൗണ്ട് കൊയോബ്, മൗണ്ട് തുയിലർ അല്ലെങ്കിൽ ഗ്രേറ്റ് നിക്കോബാർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. മധ്യ ആൻഡമാൻ നിക്കോബാർ, ദക്ഷിണ ആൻഡമാനിലെ ഓരോന്നിൻ്റെയും ആ ഒരു സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കൊടുത്തിട്ടുണ്ട്. എത്ര മീറ്റർ ആണ് ഉയരമെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ പേരെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതെപ്പോഴും ചോദിക്കാറുള്ളതുകൊണ്ട് ഈ പേരൊന്ന് നോട്ട് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ തീരപ്രദേശങ്ങൾ പവിഴപ്പുറ്റുകളും മനോഹരമായ കടൽപ്പുറങ്ങളും ഉൾക്കൊള്ളുന്നു. ഈ ദ്വീപുകളിൽ സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ സസ്യജാലങ്ങൾ വളരുന്നു. ലക്ഷദ്വീപും മിനിക്കോയുമാണ് അറബിക്കടൽ ദ്വീപുകൾ ഉൾക്കൊള്ളുന്നത്. അപ്പം ആദ്യത്തെ ബംഗാൾ ഉൾക്കടലിലുള്ളത് ആൻഡമാൻ നിക്കോബാർ തമ്മിൽ വേർതിരിക്കുന്നത്, ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന 10 ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നു. അഗ്നിപർവ്വതം, ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ഐലൻഡ് കാണപ്പെടുന്നത് നിക്കോബാർ ദ്വീപിലാണ്. ഇനി സെക്കൻഡ് പറഞ്ഞു അറബിക്കടലിൽ എന്തുണ്ട്? ഒരു ദ്വീപും കൂടെ ഉണ്ട് ഇന്ത്യക്ക്. അതേതാണ്? മിനിക്കോയും ലക്ഷദ്വീപുമാണ് അറബിക്കടലിൽ ഉൾക്കൊള്ളുന്നത്. ഇവ 8 ഡിഗ്രി വടക്ക് 12 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശങ്ങൾക്കും 71 ഡിഗ്രി കിഴക്ക് 74 ഡിഗ്രി കിഴക്ക് രേഖാംശങ്ങൾക്കും ഇടയിൽ ചിതറിക്കിടക്കുന്നു. ഇവ കേരള തീരത്തു നിന്നും 280 കിലോമീറ്റർ മുതൽ 480 കിലോമീറ്റർ വരെ മാറി ഉൾക്കടലിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ലക്ഷദ്വീപ്. മുഴുവൻ ദ്വീപ സമൂഹവും പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഏകദേശം 36 ദ്വീപുകൾക്കിടയിൽ 11 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. 453 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ മിനിക്കോയാണ് ഏറ്റവും വലിയ ദ്വീപ്. അപ്പം മിനിക്കോയാണ് ഏറ്റവും വലിയ ദ്വീപ്. അതിൻ്റെ ചതുരശ്ര കിലോമീറ്റർ 453 ചതുരശ്ര കിലോമീറ്റർ ആണ്. ദ്വീപുകളെ 11 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നു.
അതെപ്പോഴും ചോദിച്ചു കാണാറില്ല, എങ്കിലും പഠിച്ചു വെച്ചോളാം. ദ്വീപുകളെ 11 ഡിഗ്രി ചാനലാണ് വേർതിരിക്കുന്നത്. ഇതിന് വടക്കുള്ളവ അമിനി ദ്വീപുകളെന്നും തെക്ക് കാണപ്പെടുന്നവ കാനന്നൂർ ദ്വീപുകളെന്നും അറിയപ്പെടുന്നു. ഈ ദ്വീപ സമൂഹത്തിലുള്ള ദ്വീപുകളുടെ കിഴക്കൻ തീരങ്ങളിൽ ചരലുകൾ, മിനുസമുള്ള ചെറിയ കല്ലുകൾ, ഉരുണ്ട കല്ലുകൾ എന്നിവ അടങ്ങിയ വേർതിരിക്കപ്പെടാത്തതും കാറ്റു രൂപപ്പെടുത്തിയതുമായ കടൽപ്പുറങ്ങളും കാണപ്പെടാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. എല്ലാ പോയിന്റ്സും വേണ്ട. ഈ ഒരു ലക്ഷദ്വീപിൻ്റെ ഒരു ലൊക്കേഷൻ പഠിച്ചു വയ്ക്കുക. അതുപോലെ ഏറ്റവും വലുത് മിനിക്കോയ് ആണെന്നും 11 ഡിഗ്രി ചാനലാണെന്നും ഓർത്ത് വെച്ചേക്കുക. ഏത് സമുദ്രത്തിലാണ് സ്ഥിതി, അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ ഇവിടെ പറയുമ്പം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നതാണ് ആൻഡമാൻ നിക്കോബാർ, അതിൻ്റെയും ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ അതിനെ വേർതിരിക്കുന്നതും അഗ്നിപർവ്വതത്തിൻ്റെ കാര്യങ്ങളും അവിടുത്തെ കൊടുമുടികളുടെ കാര്യങ്ങളും. അപ്പം വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, എല്ലാം കൂടെ വേണ്ട. അപ്പം ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ നിർത്തുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. കുറേ സെക്ഷനായിട്ട് അതാണ് എടുത്തത്. ഏകദേശം ഒരു 4 ക്ലാസ്സോളം വേണ്ടി വന്നു ഇത്രയും പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മറ്റൊരു പുസ്തകത്തിലില്ല. ഡിഗ്രിക്കും +2 മെയിൻസിനും വേണമെങ്കിൽ 10ാം ക്ലാസ്സിനും KS-നും ഒരുപോലെ എടുക്കാൻ പറ്റിയ ഒരു സെക്ഷൻ തന്നെയാണ് ഈ ഭൂപ്രകൃതി ഇന്ത്യയുടെ. അതുകൊണ്ട് സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കി എഴുതി പഠിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ നദീവ്യൂഹങ്ങളെ പറ്റിയിട്ടാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം കാലാവസ്ഥയുണ്ട്. എല്ലാം നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.